ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചക്ക വെച്ചിട്ട് ഒരു ഐസ്ക്രീമാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചക്ക നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മിക്സിയിലെടുത്ത് അരച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് വാനില എസൻസ് വേണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതുകൂടാതെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പാലിലേക്ക് നമ്മൾക്ക് ഗോതമ്പ് പൊടിയും പിന്നെ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കുന്നത്. തീരെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളം നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പോഴേ ഉള്ളൂ നന്നായിട്ട് തിളച്ച് വരുള്ളൂ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ, കൂടുതലാവണ്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമ്മൾക്ക് ചക്കയുടെ കൂടെ അരച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ കുറുക്കിയെടുത്ത പാലിൻ്റെ മിക്സും പിന്നെ ചക്ക അരച്ചതും ചേർത്ത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ. തീരെ ഒട്ടും വെള്ളമില്ലാത്ത നന്നായിട്ട് തുടച്ചെടുത്ത കണ്ടെയ്നറിലേക്കാണ് മാറ്റേണ്ടത്. ഇത് നമ്മൾക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് കിട്ടിയത്. ഇത് നമ്മൾക്ക് ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. രണ്ടാമതും ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അതേ കണ്ടെയ്നറിൽ തന്നെ മാറ്റിയിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും വെച്ചിട്ട് നമുക്കിത് സെറ്റാക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് മിനിമം 8 മണിക്കൂർ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെക്കണം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. അവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒന്ന് സ്കൂപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കരണ്ടി വെച്ചോ എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടോ. നിങ്ങൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ സീസണാണ്, എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.